ഇന്നലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നെ കാണുകയുണ്ടായി. അവൻ പറഞ്ഞു, നിങ്ങളെ വീഡിയോ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത്? ഞാൻ ചോദിച്ചു. അവൻ പറയാം, ഞാനിപ്പോൾ ഭക്ഷണം വേസ്റ്റ് ആക്കാറില്ല. എനിക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമേ സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ വാങ്ങാറുള്ളൂ. മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ധാരാളം ഭക്ഷണം വാങ്ങും, കുറച്ച് കഴിക്കും, ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോയി തട്ടും. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മക്കും സന്തോഷമുണ്ട്. ക്ലാസ്സിലെ ടീച്ചറും ചോദിച്ചു, നീയിപ്പോൾ നന്നായല്ലോ എന്ന്. അപ്പോൾ നിങ്ങളെ വീഡിയോയെക്കുറിച്ചാണ് അവരോട് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ വാക്കുകൾ കേട്ട് ഒരാളെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ എനിക്കുണ്ടാക്കുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. പ്രിയരെ, നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് തിരിച്ചു വരാം. എൻ്റെ മറ്റൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന നേർച്ചകൾ എൻ്റെ വിശപ്പിനെ ഒരു ആശ്വാസം നൽകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മുടെയൊക്കെ വളർച്ചയിൽ ഈ നേർച്ചകൾക്കുള്ള പങ്ക് നിസ്സാരമല്ല. ചില നേർച്ചകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൽ ഒരു നേർച്ചയാണ് ഏറുവാടി നേർച്ച. ഏറുവാടി ഷെയ്ഖിൻ്റെ പേരിൽ നടത്തിയിരുന്ന ഒരു നേർച്ചയാണത്. എൻ്റെ നാട്ടിലെ ഒരു വീട്ടിൽ വെച്ചാണ് ആ നേർച്ച നടത്തിയിരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച. അന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം അവിടെ ഉണ്ടാകും. ഉച്ചയ്ക്ക് സ്കൂളിലെ ഭക്ഷണം കഴിക്കാതെ നേരെ ഓടി വരിക ഈ വീട്ടിലേക്കായിരിക്കും. അവിടെ വന്നാൽ തേങ്ങാച്ചോറ്, ബീഫ്, അല്ലെങ്കിൽ നെയ്ച്ചോറ്, ബീഫ്, ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണം കിട്ടുമായിരുന്നു. അന്ന് ധാരാളം ഭക്ഷണം കഴിക്കും. കാരണം പിന്നീട് ഇത്തരത്തിലുള്ള ഭക്ഷണം കിട്ടാൻ പ്രയാസമാകും. 9ാമത്തെ ദിവസമാകുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഇനി ഈ ഭക്ഷണം എന്ന് കിട്ടും? ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ വന്നിരുന്നെങ്കിൽ എന്ന് ഞാനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇതുപോലെ മറ്റൊരു നേർച്ചയാണ് മമ്പുറം നേർച്ച. അതിപ്പോഴും ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു കുളിർമയുണ്ട്. കുറേ നേരം വരിയിൽ നിന്ന് അവസാനം ആ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഒരു ആശ്വാസം, ആ ചൂട് ചോറ് പ്ലേറ്റിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം, അതിപ്പോൾ ആ ഭക്ഷണം വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതിപ്പോഴും ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇതുപോലെ ഓർക്കുന്ന മറ്റൊരു നേർച്ചയാണ് ചെറുമുക്കിൽ നടക്കുന്ന നേർച്ച. എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പള്ളിയാണ് ചെറുമുക്ക് പള്ളി. എൻ്റെ കുട്ടിക്കാലത്തെ ആ പള്ളിയിൽ ഒരു നേർച്ച നടന്നിരുന്നു. ഏത് ഷെയ്ഖിൻ്റെ പേരിലാണ് ആ നേർച്ച നടന്നത് എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ നേർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും പെങ്ങളും ഉമ്മയും അതുപോലെ എൻ്റെ അയൽവാസികളും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ചെറുമുക്കിലേക്ക് നടക്കാറ്. ചെറുമുക്കിലെ ഒരു പാടത്ത് ആളുകളെല്ലാം വട്ടത്തിലിരിക്കും. അതിൽ കുട്ടികളുണ്ടാകും, യുവാക്കളുണ്ടാകും, പ്രായമുള്ള ആളുകളുണ്ടാകും. ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ആളുകൾ ചോറിൻ്റെ ചെമ്പുമായി എത്തും. എന്നിട്ട് എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് പകർന്നു കൊടുക്കും. പ്ലേറ്റുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ ഈ നേർച്ചയ്ക്ക് പോയിരുന്നത്. ചൂടുള്ള തേങ്ങാച്ചോറും ബീഫും അത് അന്ന് വീട്ടിൽ ഒരു ആഘോഷമായിരിക്കും. കാരണം എല്ലാവർക്കും തേങ്ങാച്ചോറും ബീഫും കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ തിന്നാൻ ചോറും ബീഫും ഉണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ജാതി ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇത്തരം നേർച്ചകളിൽ പങ്കെടുക്കാമായിരുന്നു. ആർക്ക് വേണമെങ്കിലും അവർ ചോറ് കൊടുക്കും. ഈ നേർച്ചകളുടെ ഒരു പ്രത്യേകത അതാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ജുമാഅത്ത് പള്ളി വന്നിരുന്ന നേർച്ച. വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ നിന്നും ഞാൻ, പെങ്ങള്, ജ്യേഷ്ഠൻ എല്ലാവരുടെ കയ്യിലും ഓരോ പാത്രം ഉണ്ടാവും. ഈ പാത്രം കൊണ്ട് പള്ളിൻ്റെ മുമ്പിലെത്തും. അങ്ങനെ പള്ളിൻ്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ചോറ് കൊടുക്കുന്നത്. ആ പാത്രത്തിലേക്ക് ചോറിട്ട് തരും, നല്ല ചൂടുള്ള ചോറ്. ആ ചോറും കൊണ്ട് വീട്ടിലെത്തും. വീട്ടിൽ ഒരു ആഘോഷമായിരിക്കും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, എൻ്റെ പട്ടിണിക്ക് ഒരു ആശ്വാസമായിരുന്നു ഈ നേർച്ചകൾ. ആ സമയത്ത് ആ നാടിൻ്റെ ഒരു ആവേശമായിരുന്നു, ഒരു സാംസ്കാരികമായ ഉന്നതി എന്ന് പറയുന്ന ഒരു തലം ഈ നേർച്ചകൾക്കുണ്ടായിരുന്നു. മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒന്നായിരുന്നു നേർച്ചകൾ. ജാതി മത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കൂട്ടായ്മയായിരുന്നു നേർച്ച എന്ന് പറയുന്നത്. അത് ഇന്നും ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും എനിക്കുണ്ട്.
അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.